ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലാവില തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇവിടെ പ്ലാവില എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല തളിരില നോക്കി വേണം നമ്മൾ ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ചെറുപയറിൻ്റെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒതർന്നിരിക്കണം. അതേപോലെ തന്നെ നന്നായി വെന്തിട്ടുണ്ടാവണം. അങ്ങോട്ട് ഉടഞ്ഞു പോരുത്, അതല്ലെങ്കിൽ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ആകെ കുഴഞ്ഞിരിക്കും, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ കടുക്, വറ്റൽമുളക്, ഉപ്പ്, തേങ്ങ ചിരകിയത്, അതേപോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളകും വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പ്ലാവിലൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെ ഈ പ്ലാവിൽ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തളിരിലയാണ് എടുക്കേണ്ടത്. ഈ വശം നമുക്ക് ഈ തണ്ട് വേണ്ട. അപ്പോൾ ഇതേപോലെ കീറിയിട്ട് ഈ ഇല എടുത്തിട്ട് വേണം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചീര കൊളുത്തുന്ന പോലെ നമുക്കിഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കണം. ഈ തണ്ട് വേണ്ട, നമുക്ക് ഈ തണ്ട് കളഞ്ഞിട്ട് ഈ ഇല മാത്രം നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം. എന്നിട്ട് ഇത് ആവിയിലൊന്ന് വേവിച്ചിട്ട് വേണം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി ഈ പ്ലാവില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാവില ഒരു 10-15 മിനിറ്റോളം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാൻ ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ അരിഞ്ഞത്. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇനി നമുക്ക് തോരനിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 8-10 ചുവന്നുള്ളിയും അതേപോലെ 6 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. പ്ലാവില വേവിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് പ്ലാവില വേവിച്ചതാണ് കിട്ടിയത്. അതിന് ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങ ഒതുക്കിയതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി പാത്രത്തിലേക്ക് കറിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വറ്റൽമുളകും നമുക്കിതിലേക്ക് കീറിയിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ തീ കൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഇതങ്ങോട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പ്ലാവില ഇട്ട് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം. പ്ലാവിലേക്ക് നല്ല വേവ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ ആവിയിൽ ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ വെളിച്ചെണ്ണയിലിട്ട് മൂടി വയ്ക്കാതെ തന്നെ നല്ല പോലെ വാട്ടിയെടുക്കണം. നമ്മുടെ പ്ലാവിലേക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. നമ്മുടെ പ്ലാവിലയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതേപോലെ തന്നെ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ കാരണന്മാരൊക്കെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത് തോരൻ വെച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഒരുപാട് ഗുണകരമായ ഒരു ഇലയാണ് കേട്ടോ ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ പ്ലാവിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത്രയ്ക്കും വാടിയാത്തിട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നേരത്തെ ഞാൻ പരിപ്പിൽ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലവരൊക്കെ പറയുന്നത് ഈ പ്ലാവില കഴിക്കുന്നതുകൊണ്ട് ക്യാൻസറിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നു. സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്നറിയില്ല. കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം അവിടത്തേക്കും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അതായത് സാദാ പരിപ്പ് വേണമെങ്കിൽ എടുക്കാം, അത് അല്ലെങ്കിൽ ചെറുപയർ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ സാദാ പോലത്തെ വൻപയർ, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ചെറുപയറിൻ്റെ പരിപ്പ് പായസത്തിനൊക്കെ വയ്ക്കുന്ന പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കറി വെച്ച് കഴിക്കുമ്പോൾ. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചീരത്തോരൻ, അതേപോലെ തോരനുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിലിടാൻ വേണ്ടി, ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ കൂട്ടത്തിലിടാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒന്ന് അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണിത്. അതേപോലെ തന്നെ ഈ തോരൻ ഇങ്ങനെ വെക്കുമ്പോൾ, പ്ലാവില കൊണ്ട് ഈ തോരൻ വെക്കുമ്പോൾ ശരിക്കും പ്ലാവില തോരനാന്ന് പറയേയില്ല, നല്ല ടേസ്റ്റാണ്. പ്ലാവിലാന്ന് പറയില്ല, പ്ലാവില തോരനാന്നല്ല, പ്ലാവിലാന്ന് പറയേയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ പരിപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമുണ്ടില്ല, കാരണം നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വേണമല്ലോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് സെപ്പറേറ്റ് എല്ലാം വേവിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള നമുക്ക് തോരൻ കിട്ടും. നമുക്കിങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ അറിയും കൂടി ഇല്ല ഇത് പ്ലാവിലയുടെ തോരനാന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണ്, നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. ശരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്കിത് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ തോരൻ ഇവിടെ നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ തീ ഓഫ് ചെയ്തു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്